കാസർഗോഡ് ബേക്കൽ കോട്ടയുടെ ചരിത്രം 400 വർഷമായി അറബിക്കടലിനെ കാത്തു നിൽക്കുന്ന ഒരു അത്ഭുത കോട്ട. ഒരു കോട്ട, 4 നൂറ്റാണ്ടുകളുടെ ചരിത്രം, അനേകം യുദ്ധങ്ങൾ, രാജാക്കന്മാരുടെ വിജയവും പരാജയവും. ഇന്നും അറബിക്കടലിൻ്റെ തീരത്ത് അഭിമാനത്തോടെ നിലകൊള്ളുന്ന കേരളത്തിൻ്റെ മഹത്തായ പൈതൃക സ്മാരകം. അതാണ് കാസർഗോഡിലെ ബേക്കൽ കോട്ട. നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും മനോഹരവുമായ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായ ബേക്കൽ കോട്ടയിലേക്കാണ്. ഇന്ന് ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ കോട്ട ഒരു കാലത്ത് യുദ്ധങ്ങളുടെ കേന്ദ്രവും ശക്തരായ ഭരണാധികാരികളുടെ സൈനിക താവളവുമായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ അറബിക്കടലിൻ്റെ തീരത്ത് ഏകദേശം 40 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ബേക്കൽ കോട്ട കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പാറക്കെട്ടിന് മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോട്ടയുടെ പ്രത്യേകത സ്ഥാനം തന്നെയാണ് കോട്ടയെ മറ്റെല്ലാ കോട്ടകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് ഈ മതിലുകൾ നിശബ്ദമാണെങ്കിലും ഒരു കാലത്ത് ഇവിടെ പിരങ്കികളുടെ മുഴക്കവും സൈനികരുടെ കാൽച്ചുവടുകളും മുഴങ്ങി കേട്ടിരുന്നു. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. 17-ാം നൂറ്റാണ്ടിൻ്റെ മലബാർ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരങ്ങളിലൊന്നായിരുന്നു കുരുമുളക്, ഏലം, കറുവാപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങാൻ അറബിയിലെയും യൂറോപ്പിലെയും കച്ചവടക്കാർ മലബാർ തീരത്തെത്തുമായിരുന്നു. ഈ വ്യാപാരപാതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ ഒരു കടൽ കോട്ടയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇക്കേരി അഥവാ കേളാടി നായക ഭരണാധികാരിയായ ശിവപ്പ നായകൻ ബേക്കൽ കോട്ട നിർമ്മിച്ചതായി ചരിത്രകാരന്മാർ കരുതുന്നത്. ചില ചരിത്രകാരന്മാർ കോട്ടയുടെ ആദ്യകാലം രൂപം കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നുവെന്നും അഭിപ്രായപ്പെടുന്നു. പിന്നീട് കോട്ട ശക്തിപ്പെടുത്തുകയും വിപുലീകരിക്കുകയും ചെയ്തു. കോട്ടയുടെ നിർമ്മാണം വളരെ ബുദ്ധിപൂർവമായിരുന്നു. കടലിനെ അഭിമുഖീകരിച്ച ഉയർന്ന പാറക്കെട്ട്, കട്ടിയുള്ള മതിലുകൾ, വളഞ്ഞ പ്രവേശന കവാടങ്ങൾ, ഉയർന്ന നിരീക്ഷണ ഗോപുരങ്ങൾ ഇവയെല്ലാം ശത്രുവിൻ്റെ ആക്രമണം തടയാൻ രൂപകൽപ്പന ചെയ്തതായിരുന്നു. കോട്ടയുടെ മുകളിലെ നിരീക്ഷണ ഗോപുരത്തിൽ നിന്ന് അറബിക്കടലിൻ്റെ വിശാലമായ കാഴ്ച ലഭിക്കും. കടലിലൂടെ വരുന്ന കപ്പലുകളെ വളരെ ദൂരെ നിന്നു തന്നെ കാണാൻ ഈ സ്ഥാനം സഹായിച്ചിരുന്നു. അന്നത്തെ സൈനികർക്ക് ഇത് വലിയൊരു തന്ത്രപരമായ നേട്ടമായിരുന്നു. കാലം മുന്നോട്ട് നീങ്ങി. 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരണാധികാരിയായ ഹൈദർ അലി മലബാർ കീഴടക്കി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ ബേക്കൽ കോട്ടയെ മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റി. കോട്ടയുടെ മതിലുകൾ പിരങ്കികൾ സ്ഥാപിക്കുകയും സൈനികരെ വിന്യസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ചരിത്രത്തിൻ്റെ ഗതി വീണ്ടും മാറി. 1799 ശ്രീരംഗപട്ടണ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടതോടെ ബേക്കൽ കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ബ്രിട്ടീഷുകാർ ഈ കോട്ടയെ ഭരണപരവും സൈനികപരവുമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. എന്നാൽ പിന്നീട് പുതിയ ഭരണകേന്ദ്രങ്ങൾ രൂപപ്പെട്ടതോടെ കോട്ടയുടെ സൈനിക പ്രാധാന്യം കുറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം ബേക്കൽ കോട്ടയെ ചരിത്ര പൈതൃകമായി സംരക്ഷിക്കാൻ നടപടികൾ ആരംഭിച്ചു. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ കോട്ടയുടെ സംരക്ഷണവും പരിപാലനവും നിർവഹിക്കുന്നത്. ബേക്കൽ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രകൃതി ഭംഗിയാണ്. കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അനന്തമായ പരന്നുകിടക്കുന്ന അറബിക്കടൽ, പച്ചപ്പാർന്ന തീരപ്രദേശം, തിരമാലകളുടെ സംഗീതം ഇവയെല്ലാം ചേർന്ന് മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിക്കുന്നു. സൂര്യാസ്തമയ സമയത്ത് ഇവിടെ എത്തുന്നവർക്ക് ആ കാഴ്ച ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ നിൽക്കും. ചുവപ്പും ഓറഞ്ചും നിറഞ്ഞ ആകാശത്തിനിടയിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം ചുമന്നു നിൽക്കുന്ന ബേക്കൽ കോട്ടയുടെ ഭംഗി വാക്കുകളിൽ വിവരിക്കാൻ പ്രയാസമാണ്. ബേക്കൽ കോട്ട ചരിത്രപ്രേമികൾക്ക് മാത്രമല്ല, സിനിമാ പ്രേമികൾക്കും സുപരിചിതമാണ്. പ്രശസ്തമായ ഉയരെ തൂ ഹീറേ ഗാനത്തിൻ്റെ ചിത്രീകരണം ഇവിടെ നടന്നതോടെ ഈ കോട്ട രാജ്യത്താകമാനം ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. ഇന്ന് ബേക്കൽ കോട്ട കേരളത്തിൻ്റെ അഭിമാനമാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ചരിത്രം അറിയാനും പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാനും ഇവിടെ എത്തുന്നു. എന്നാൽ ബേക്കൽ കോട്ട വെറും ഒരു കല്ലുകൊണ്ട് പണിത ഒരു കോട്ടയല്ല. ഇത് നൂറ്റാണ്ടുകളുടെ പോരാട്ടങ്ങളുടെ ഓർമ്മയാണ്. ഇത് രാജാക്കന്മാരുടെ സ്വപ്നങ്ങളുടെ അടയാളമാണ്. ഇത് കേരളത്തിൻ്റെ അഭിമാനമാണ്. ഇന്ന് പോലും അറബിക്കടലിൻ്റെ ഓരോ തിരമാലയിലും ഈ കോട്ടയുടെ മതിലുകളിൽ തട്ടിമടങ്ങുമ്പോൾ ചരിത്രം നമ്മോട് പറയുന്നത് ഒരേയൊരു സന്ദേശമാണ്: സാമ്രാജ്യങ്ങൾ ഉയരും, സാമ്രാജ്യങ്ങൾ തകരും, പക്ഷേ ചരിത്രം ഒരിക്കലും മരിക്കില്ല. അടുത്ത തവണ നിങ്ങൾ ബേക്കൽ കോട്ട സന്ദർശിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം മാത്രം കാണരുത്,
ആ മതിലുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു പക്ഷേ 4 നൂറ്റാണ്ടുകളുടെ ചരിത്രം നിങ്ങളുടെ മനസ്സിൽ മുഴങ്ങാൻ തുടങ്ങും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും ചരിത്രവും യാത്രാവിശേഷങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു അത്ഭുതകരമായ ചരിത്രവുമായി വീണ്ടും കാണാം.